ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി മരുന്ന് കേസിലെ പ്രതി നാരായണദാസ് പിടിയിൽ. അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ബാംഗ്ലൂർ അമ്രവള്ളിയിൽ നിന്നും. നാരായണദാസിനെ നാളെ പുലർച്ചെ ചാലക്കുടിയിൽ എത്തിക്കും. നാരായണദാസിനെ പിടികൂടിയതിൽ സന്തോഷമെന്ന് ഷീല സണ്ണി പറഞ്ഞു. ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നാരായണദാസ് ഇത് ചെയ്തതെന്ന് പുറത്തു വരണമെന്നും ഷീല സണ്ണി പറഞ്ഞു. പിടിച്ചതിൽ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ഇത് ആൾ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം തുടങ്ങിയ എല്ലാ ചാനലിലും പറയണതാണ്, എന്തിനു വേണ്ടി അത് ചെയ്തതെന്ന് എനിക്കും അറിയില്ല. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് ഒങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, ഒരുപക്ഷെ ഷീല സണ്ണിയെ സമൂഹ മധ്യത്തിലടക്കം വലിയ തരത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന നിലപാടാണ് ഈ നാരായണദാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ഷീല സണ്ണി പറഞ്ഞതുപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ആർക്കു വേണ്ടി ചെയ്തു എന്ന് അറിയേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ വളരെ പ്രസക്തമായ കാര്യം. ഏതായാലും ഇയാൾ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നാണ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇദ്ദേഹത്തിനെ പിടികൂടിയത്? സുജിത്, തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭകയായിരുന്ന ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിലാണ് മുഖ്യപ്രതിയായിട്ടുള്ള നാരായണദാസ് പിടിയിലായിരിക്കുന്നത്. ഇയാൾ തൃപ്പൂണിത്തറ സ്വദേശിയാണ്. ബാംഗ്ലൂരിലെ അമ്രവളിയിൽ നിന്നാണ് പിടികൂടിയത്. ഇയാളാണ് കേസിലെ ഒന്നാം പ്രതി. നാരായണദാസിനെ പിടികൂടിയ സന്തോഷമുണ്ട് എന്നാണ് ഈ ഷീല സണ്ണി നമ്മളോട് ഉൾപ്പെടെ പ്രതികരിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിലാണ് ഇത്തരത്തിൽ നാരായണദാസിനെ പ്രതി ചേർത്തുകൊണ്ട് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഒരു കുറ്റപത്രം നൽകിയത്. ഈ സംഭവം നടക്കുന്നത് 2023 ഫെബ്രുവരി 27 ഒരു അജ്ഞാത സന്ദേശത്തെ തുടർന്ന് ഷീല സണ്ണിയുടെ ബാഗിൽ നിന്ന് LSD സ്റ്റാമ്പിന് സമാനമായ വസ്തുക്കൾ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് ഷീല സണ്ണി കസ്റ്റഡിയിലാവുകയും 72 ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ രാസപരിശോധനയിലാണ് ഈ പിടികൂടിയത് ലഹരി വസ്തുക്കളല്ലെന്ന് വ്യക്തമായത്. അതിലൂടെ ഇവർ കുറ്റവിമുക്തയായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷീലയെ നാരായണദാസ് ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തുകയാണെന്ന് വ്യക്തമായത്. ഈ എക്സൈസ് ക്രൈംബ്രാഞ്ച് ഇയാളെ പ്രതിയാക്കിയിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്ന കേസ് പോലീസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇത്തരത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ നാരായണദാസിനെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഷിജു, ശരത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാരായണദാസും അതോടൊപ്പം തന്നെ ഒരു എക്സൈസ് ഇൻസ്പെക്ടറും ഇവർ തമ്മിൽ നടത്തിയ ആസൂത്രണമായിരുന്നു എന്ന് പറയേണ്ടി വരും. LSD ഉണ്ട് എന്ന് പറയുകയും എന്നാൽ ഒരു പരിശോധന പോലും നടത്താതെ കേസിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു. അതിൽ പ്രാഥമികമായി പരിശോധന നടത്തേണ്ടത് പിടികൂടിയത് LSD തന്നെ ആയിരുന്നു എന്ന് പരിശോധന പോലും നടത്തിയില്ല. അവിടെയാണ് ഈ സംശയം ഉയരുന്നത്. നാരായണദാസ്, ഒപ്പം തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, മറ്റാരൊക്കെയോ ഇതിൽ കണ്ണികളുണ്ട്. ഷീല സണ്ണി അത് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഷീല സണ്ണിയുടെ വാക്കുകളിൽ നിന്ന് അത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഈ നാരായണദാസ് എന്ന വ്യക്തിയെ തനിക്ക് നേരിട്ടറിയില്ല. ഈ നാരായണദാസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിനകത്ത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിനകത്ത് നാരായണദാസ് ഷീല സണ്ണിയുടെ ഒരു ബന്ധുവുമായി ബാംഗ്ലൂരിൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട് എന്നാണ് ഷീല സണ്ണി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് ഷീല സണ്ണി എന്ന് പറയുന്ന ഒരു സംരംഭക വലിയ രീതിയിലുള്ള പീഡനത്തിന് ഇരയായി എന്ന് തന്നെ പറയണം. അവർ അതിന്റെ ഭാഗമായിട്ട് 72 ദിവസമാണ്, തന്റെ ജീവിതത്തിലെ 72 ദിവസമാണ് ഇത്തരത്തിലൊരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിരുന്നു. ഈ കേസിലെ ഒന്നാം പ്രതിയായ നാരായണദാസിനെയാണ് ഇത്തരത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടികൂടിയിരിക്കുന്നത്. ഇയാളെ നാളത്തോടു കൂടിയിട്ട് ചാലക്കുടി എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സിജു, ശരി, ശരത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. വ്യാജ ലഹരി കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയ നാരായണദാസ് ബംഗളൂരുവിൽ പിടിയിലായിരിക്കുന്നു.